കാരക്കോട് മസ്ജിദു തഖ്വയുടെ കീഴിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ഇസ്ലാഹി പ്രഭാഷണത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ചാനലുകളും മീഡിയകളും സജീവമായി ചർച്ച ചെയ്യുന്ന, കേരളത്തിലെ പോലീസ് വലിയ തോതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സമയത്തിലുള്ളത്. 2019 ഒരു മനുഷ്യൻ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ജ്യോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ കുടുംബവും പിരിഞ്ഞിരിക്കാനുള്ള കാരണം നീട്ടി വളർത്തിയ മുടിയുള്ള ഒരു സ്ത്രീയാണ് അതിന് കാരണം എന്ന് ഒരു ജ്യോത്സ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ആ നീട്ടി വളർത്തിയ മുടിയുള്ള സ്ത്രീ തൻ്റെ വീടിൻ്റെ സമീപത്തുള്ള ഒരാളുടെ ഭാര്യ, അമ്മ ഒക്കെയായി കുടുംബജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അദ്ദേഹത്തോട് അങ്ങനെയാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. 2019 അദ്ദേഹം ഈ സ്ത്രീയെ കൊലപ്പെടുത്തി അദ്ദേഹം ജയിലിലാകുകയും 2 ദിവസം മുൻപ് അദ്ദേഹം പുറത്തിറങ്ങിയ സന്ദർഭത്തിൽ 2025 അദ്ദേഹം ആ കുടുംബത്തിലെ ആ മരണപ്പെട്ട ആ സ്ത്രീയുടെ ഭർത്താവിനെയും ആ ഭർത്താവിൻ്റെ അമ്മയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. എന്താണ് ഈ 3 കൊലപാതകങ്ങൾക്കുള്ള കാരണമെന്ന അന്വേഷണത്തിൻ്റെ അവസാനം എത്തിച്ചേരുന്നത് അന്ധവിശ്വാസമാണ് ഇതിൻ്റെ കാരണം. ഇയാളും ഇയാളുടെ കുടുംബവും തെറ്റി ജീവിക്കാനുള്ള കാരണം ഇവരാണ് എന്ന് കൂടോത്രത്തിലൂടെ, അന്ധവിശ്വാസത്തിലൂടെ ഈ കുടുംബത്തെ ഒരു ജ്യോത്സ്യൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് ഒരു 10 രൂപ അദ്ദേഹത്തിന് ലഭിച്ചാൽ, ഒരു 10 രൂപ ലഭിച്ചാൽ അത് ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെയോ ഏതെങ്കിലും കണക്കുനോട്ടക്കാരുടെയോ അടുത്തു കൊണ്ടുപോയി കൊടുത്ത് അവരെന്താണോ പറയുന്നത് അത് അതേപടി വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു എന്നതാണ്. ഭാര്യയുടെ സ്വർണം വരെ അദ്ദേഹം വിൽക്കുന്നത് കുടുംബത്തിന്റെ ചെലവ് കഴിയാനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല. അദ്ദേഹം അതെല്ലാം ചെയ്യുന്നത് ഈ ജ്യോത്സ്യന്മാരും ഈ സിദ്ധന്മാരും ഒക്കെ എന്താണോ പറയുന്നത് അതിനു വേണ്ടിയാണ് എന്നതാണ്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഈ മരണപ്പെട്ടുപോയ ഈ അച്ഛൻ്റെയും അമ്മയുടെയും 2 പെൺകുട്ടികൾ വിങ്ങിപ്പൊട്ടി കരയുന്ന ദൃശ്യം ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത്? കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വിദ്യാസമ്പന്നമായ, സാക്ഷരതയുള്ള, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒക്കെ പേരിൽ അന്ധവിശ്വാസങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു എന്നത് വളരെ അപകടകരമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനില്ല. ഇന്ന മതത്തിന്റെ ആളുകളാണ് ഈ അന്ധവിശ്വാസത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്. മതവിശ്വാസമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ പോലും അന്ധവിശ്വാസത്തിന്റെ പിടിയിൽ അമരുന്നു. അവിടെ മരണങ്ങൾ നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു എന്നതൊക്കെ വളരെ ഗൗരവമായി മുജാഹിദ് പ്രസ്ഥാനം പോലെയുള്ള ഒരു പ്രസ്ഥാനം കാണുകയാണ്.
കാസർഗോഡ് ജില്ലയിലെ പുച്ചക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ആളുകൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, 54 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിനോട് ഒരു ജിന്നുമ്മ, ഒരു സ്ത്രീ അദ്ദേഹത്തോട് വന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാമ്പത്തികമായ വികാസം വേണോ? സാമ്പത്തികമായ സുഭദ്രത നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? എങ്കിൽ നിങ്ങൾ എത്ര സ്വർണമാണോ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അത് ഞാൻ ഇരട്ടിപ്പിച്ചു തരാം എന്നാണ് ഗഫൂർ ഹാജി എന്ന് പറയുന്ന നല്ല ഒരു മനുഷ്യനോട്, ആ നാട്ടിൽ ആളുകൾക്ക് ഉപകാരമുള്ള നല്ല ഒരു മനുഷ്യനോട് ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത്. ഇദ്ദേഹം എത്ര പവൻ പണ്ടം കൊടുത്തു എന്നോ? ഈ ഗഫൂർ ഹാജി 594 പവൻ സ്വർണം നൽകുകയാണ്. 594 പവൻ സ്വർണം. 594 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3.25 കോടിയോളം അധികം വില വരുന്ന സ്വർണം ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയെ ഏൽപ്പിക്കുന്നു. എന്തിന്? സ്വർണം ഇരട്ടിപ്പിക്കാൻ. ഇടക്കിടക്ക് ഈ ഗഫൂർ ഹാജി ആരിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്? ഭാര്യയുടെ സ്വർണം, മക്കളുടെ സ്വർണം, കുടുംബത്തിന്റെ സ്വർണം, അയൽവാസികളുടെ സ്വർണം. ആലോചിക്കണം നിങ്ങൾ, എല്ലാ ആളുകളും ഈ അന്ധവിശ്വാസത്തിന്റെ വലയിൽ അകപ്പെട്ടു. ഒരു കച്ചവടത്തിലേക്ക് ഇറക്കാനല്ല സ്വർണം വാങ്ങുന്നത്, മറിച്ചോ സ്വർണം ഇരട്ടിപ്പിച്ചു തരും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ 594 പവൻ സ്വർണം ഇദ്ദേഹം എന്നാണ് ഇരട്ടിപ്പിക്കുക? തിരിച്ചു തരാനായില്ലേ എന്ന് ഇടക്കിടക്ക് ചോദിക്കുകയാണ് ഈ ജിന്നുമ്മയോട്. അങ്ങനെ അവര് കഴിഞ്ഞ റമളാനിലെ ഒരു ഡേറ്റ് അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരും. നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോ ആ വീട്ടിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ആരും ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ആ സ്ത്രീ 2 പുരുഷന്മാരെയും കൂട്ടി വന്നു. ഈ ഗഫൂർ ഹാജി എന്ന് പറയുന്ന മനുഷ്യനെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ 2 വർഷം മുൻപ് ഒരു പിതാവ് മരണപ്പെട്ടു. പിതാവ് മരണപ്പെട്ട് ഏകദേശം 2 മാസത്തിലധികം ഈ പിതാവിന്റെ മയ്യത്ത് ആ വീട്ടിലുള്ള ഭാര്യയും മക്കളും സൂക്ഷിച്ചു വെച്ചു. അതെന്താ? ഒരു പുരോഹിതൻ, ഒരു ഉസ്താദ് അവരോട് വന്ന് പറഞ്ഞു, പിതാവിന്റെ റൂഹ് തിരിച്ചു വരും, നിങ്ങൾ പാത്തു വെച്ചോളൂ. പോലീസുകാരിങ്ങനെ വന്ന് ജനൽ തുറന്ന് ആ ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോ ആ കുടുംബത്തിലുള്ള ആളുകൾ വരെ ആ മയ്യത്തിന്റെ അടുത്തിരിക്കുന്നത് മൂക്ക് പൊത്തിയിട്ടാണ്. എത്ര സംഭവങ്ങൾ, എത്ര കാര്യങ്ങൾ. വയനാട് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത് മരണപ്പെട്ടു കഴിഞ്ഞ മാസം. വയനാട് ജില്ലയിൽ കഴിഞ്ഞ മാസം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടാനുണ്ടായ കാരണം എന്താണെന്നോ? മജ്ലിസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ മുൻപിൽ മറ്റൊരു ചെറുപ്പക്കാരൻ കൂടോത്രം ചെയ്തു. ഈ ചെറുപ്പക്കാരൻ മറ്റവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തു. ഇത് CCTVയിലൂടെ ഒരുത്തൻ കണ്ടു. അവനാകെ ബേജാറായി. അവൻ ആ കൂടോത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുകയാണ്, വാഹനം ഇടിച്ചു കൊലപ്പെടുത്തുകയാണ്. ഞാൻ ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ ഒരു പശ്ചാത്തലം വിശ്വാസരംഗത്ത് ഇങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനം വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ അന്ധവിശ്വാസത്തിന്റെ കരിമ്പടക്കെട്ടുകളിൽ ആണ്ടുകിടക്കുന്ന ഒരു സമൂഹത്തെ വിശ്വാസത്തിന്റെ തെളിമയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്ന ഏറ്റവും വലിയ സാമൂഹികമായ വിശ്വാസപരമായ ദൗത്യം. അവിടെ മതം അന്ധവിശ്വാസങ്ങളിൽ അകപ്പെടാതിരിക്കാൻ വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യർ അനുഭവിക്കുന്ന എല്ലാ അന്ധവിശ്വാസ ചൂഷണങ്ങൾക്കുമുള്ള കാരണം യഥാർത്ഥത്തിലുള്ള ദൈവത്തെ, ഏകദൈവ വിശ്വാസത്തിൽ ഏകനായ അള്ളാഹുവിനെ, സട്ടാവിനെ, ഗോഡ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഏകനായ സട്ടാവിൽ നിന്ന് അകലുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിലേക്ക് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത്. അപ്പോഴാണ് കടന്നു വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏകനായ സട്ടാവിന് മാത്രമേ, ഏകനായ ദൈവത്തിന് മാത്രമേ, അള്ളാഹുവിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ അഭൗതികമായി
ഒരു നന്മയോ ഒരു തിന്മയോ വരുത്തി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരു മനുഷ്യൻ അചഞ്ചലമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരു ചൂഷണത്തിലും ഒരു മനുഷ്യൻ അകപ്പെടൂല, എവിടെയും അകപ്പെടൂല. എൻ്റെ ജീവിതത്തിൽ നന്മ തരുന്നതാരാണ്? അള്ളാഹുവാണ്. എൻ്റെ ജീവിതത്തിൽ അഭൗതികമായി ഒരു തിന്മ എനിക്ക് നൽകുന്നതാരാണ്? അള്ളാഹുവാണ്. പിന്നെ ആരെയാ പേടിക്കേണ്ടത്? പിന്നെ എവിടെയാണ് ബേജാറാകേണ്ടത്? പിന്നെ ഈ ചെറുപ്പക്കാരൻ ആ ഹോട്ടലിന് മുന്നിൽ നിന്ന് കിട്ടിയ ഒരു കൂടോത്രം ചെയ്ത ഒരു മുട്ടയുടെ പേരിൽ ഒരാളെ കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം അഭൗതികമായി അദൃശ്യമായി എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയോ തിന്മയോ വരുത്താൻ ഏകനായ സട്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് ഒരാളെയും ഭയപ്പെടേണ്ടതില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്പത്തുണ്ടാകണോ, സ്വർണമുണ്ടാകണോ, സൗകര്യമുണ്ടാകണോ, മക്കൾ നന്നാകണോ? അതിനൊരു എളുപ്പ വഴിയില്ല. എൻ്റെ റബ്ബെന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ജീവിതത്തിലെ ഒരു നഷ്ടം അത് മാറാൻ, എൻ്റെ ജീവിതത്തിലെ കുടുംബ പ്രശ്നം തീരാൻ. അതാണല്ലോ ഇന്നത്തെ കൊലപാതകത്തിൽ പ്രതി അന്വേഷിക്കുന്നത്. നാം സൂചിപ്പിച്ചല്ലോ, എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഭാര്യ വിട്ടുപോയതിന് അയൽവാസിയെ കൊലപ്പെടുത്തുന്നു. ഒരു ജ്യോത്സ്യന്റെ വാക്ക് കേട്ട് 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ച് ജയിലിൽ നിന്നിറങ്ങിയപ്പോ ആ ഭാര്യയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു, അവരുടെ അമ്മയെ കൊലപ്പെടുത്തുന്നു. എന്തിന്റെ പേരിലാ? അന്ധവിശ്വാസത്തിന്റെ പേരിൽ. അവിടെ ഏകനായ സട്ടാവാണ് എൻ്റെ ജീവിതത്തിൽ നന്മയും തിന്മയും വരുത്തുന്നത് എന്ന് നമ്മുടെ ഈമാനിലുള്ള വിശ്വാസത്തിന്റെ ഖൈറും ശർറും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നൊരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് നിർഭയത്വത്തോടു കൂടി ജീവിക്കാം. അതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആർക്കാണ് നിർഭയത്വമുള്ളത്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസിയായതുകൊണ്ട് നിർഭയത്വം ഉണ്ടാവില്ല. അല്ലാഹുവിനെ വിളിച്ചത് കൊണ്ട് നിർഭയത്വം ഉണ്ടാവില്ല. പടച്ചവനെ എന്ന് വിളിച്ചത് കൊണ്ട് നിർഭയത്വം ഉണ്ടാകില്ല. അല്ലദീന ആമനു, അവർ വിശ്വസിച്ചവരാണ്, ഏകനായ സട്ടാവിൽ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. വലം യൽബിസു ഈമാനഹും, അവരുടെ വിശ്വാസത്തിൽ അവർ കലർത്തുകയില്ല. ബിളുൽമിൻ, ബഹുദൈവ വിശ്വാസം, ശിർക്ക് അവർ കലർത്തുകയില്ല. ശിർക്കിന്റെ ഒരു കണിക പോലും അവർ കലർത്തുകയില്ല. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് നിർഭയത്വമുള്ളത്. അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അവിടെ മതം ഓരോ നിർദ്ദേശങ്ങളും പറഞ്ഞു. മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ, അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ, അഭൗതികമറിയാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു സൃഷ്ടിക്കും സാധിക്കുകയില്ല, ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഔ കാഹിന, ആരെങ്കിലും ഒരു കണക്ക് നോട്ടക്കാരനെ, ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ മറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ ഫസദ്ദഖഹു ബിമാ യഖൂലു, ആ ജ്യോത്സ്യൻ, ആ കൂടോത്രക്കാരൻ, ആ മാരണക്കാരൻ, ആ കണക്കുനോട്ടക്കാരൻ പറയുന്നത് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും നിഷേധിച്ചവനാണ് ആ മനുഷ്യൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഇതൊരു വിശ്വാസത്തിന്റെ പവറാണ്. മറഞ്ഞ കാര്യം അറിയാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ, ഒരു വ്യക്തിക്കും സാധിക്കൂല, ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, വഇൻദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹാ, അള്ളാഹുവിന്റെ അടുത്താണ് അദൃശ്യത്തിന്റെ താക്കോലുള്ളത്. അദൃശ്യത്തിന്റെ താക്കോലുള്ളത് അള്ളാഹുവിന്റെ അടുത്താണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, ആ അള്ളാഹുവിനല്ലാതെ അദൃശ്യമായിട്ടുള്ള കാര്യം അറിയാൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞു വളരെ കൃത്യമായി. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, അദൃശ്യമായിട്ടുള്ള കാര്യം അറിയുന്നവൻ അത് അല്ലാഹുവാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദ, ആ അല്ലാഹുവിന്റെ അടുത്തുള്ള അദൃശ്യ കാര്യം അല്ലാഹു ഒരാൾക്കും അറിയിച്ചു കൊടുക്കുകയില്ല. ഇല്ലാ മൻ ഇർതലാ മിൻ റസൂലിൻ, അല്ലാഹു ഇഷ്ടപ്പെട്ട
പ്രവാചകന്മാർക്കൊഴികെ. പ്രവാചകന്മാർക്ക് ചില മറഞ്ഞ കാര്യങ്ങൾ, ചില അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ആർക്കും ഒരു മറഞ്ഞ കാര്യം അറിയില്ല. അതൊരു വിശ്വാസത്തിന്റെ വളരെ കൃത്യമായ കണിശമായ ഒരു രേഖയാണ്. അതില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോ, ഒരു പനി വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, കുടുംബത്തിലൊരു മരണം വരുമ്പോ അപ്പോഴൊക്കെ ബാക്കിയുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്. വിശ്വാസി അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. അതവൻ ചെയ്തതാണോ, അതിന്നത് കൂടിയതാണോ, അത് ഇന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് ചിന്തിക്കൂല. മറിച്ചോ വിശ്വാസി ചിന്തിക്കുക, അത് എന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ഖുർആൻ പറഞ്ഞു, മനുഷ്യരെ വലനബുലുവന്നകും, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫി, ചില ആളുകളെ അല്ലാഹു ഭയം കൊണ്ട് പരീക്ഷിക്കും. വൽ ജൂഇ, ചില ആളുകളെ അല്ലാഹു വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി, സാമ്പത്തികമായ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. വസ്സമറാത്തി, കായ്ക്കനികളുടെ നഷ്ടം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. ഫബശ്ശിരിസ് സ്വാബിരീൻ, നിങ്ങൾ ക്ഷമാലുക്കളാകണം. ആരാ പരീക്ഷിക്കുന്നത്? അല്ലാഹു. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയും, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ മടക്കവും അല്ലാഹുവിങ്കലേക്കാണ്. ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയും, ഏത് ദുരിതവും, ഏത് പ്രയാസവും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നൊരു മനുഷ്യൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ അന്ധവിശ്വാസത്തിന്റെ വഴി തുറക്കുന്നേയില്ല. അവിടെ അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു കൊലപാതകം അവിടെ നടക്കുന്നേയില്ല. അവിടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രയാസമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, രോഗമാകട്ടെ, മരണമാകട്ടെ, കഷ്ടപ്പാടാകട്ടെ, അതൊക്കെ എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന അചഞ്ചലമായ വിശ്വാസം വിശ്വാസിക്കുണ്ടാകും. അത് വിശ്വാസിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു. വിശ്വാസിക്ക് ഒരു നന്മ വന്നാൽ അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യും. അവനൊരു തിന്മ വന്നാൽ അവൻ ക്ഷമിക്കുകയും ചെയ്യും. അത് വിശ്വാസിയുടെ മാത്രം പ്രത്യേകതയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യ ജീവിതത്തിൽ അഭൗതികമായി, അദൃശ്യമായി അല്ലാഹുവിന് മാത്രമേ നമുക്കൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയുകയുള്ളൂ. വേറെ ഒരു ശക്തിക്കും, ഒരു വ്യക്തിക്കും, ഒരു സൃഷ്ടിക്കും അതിന് സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിശ്വാസം രൂഢമൂലമായി തീരും. ഖുർആൻ പറഞ്ഞല്ലോ, വഇൻ യംസസ്കല്ലാഹു ബിദുദ്ദിൻ ഫലാ കാസിഫ ലഹു ഇല്ലാ ഹുവ. മനുഷ്യരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുരിതം ഉദ്ദേശിച്ചാൽ ഫലാ കാസിഫ ലഹു ഇല്ലാ ഹുവ, ആ ദുരിതത്തെ തട്ടി നീക്കാൻ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ മറ്റൊരാളെ കൊണ്ടും സാധിക്കുകയില്ല. വഇൻ യുരിദക ബിഖൈരിൻ, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഫലാ റാദ ലിഫളിഹി, ആ നന്മയെ തട്ടിമാറ്റാനും ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല. അതൊരു വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായി, ആ പ്രയാസത്തെ നീക്കം ചെയ്യാൻ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, ഏകനായ സട്ടാവിനെ കൊണ്ടല്ലാതെ വേറെ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മൾ ജാറങ്ങളും മക്ബറകളും ദർഗകളും തേടി നമ്മൾ യാത്ര പോകില്ല. നമ്മൾ ഏതെങ്കിലും വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക് പോകില്ല. കാരണം എന്താ? ആ ദുരിതം എനിക്കെന്റെ റബ്ബ് നൽകിയതാണ്. അതിനെ നീക്കം ചെയ്യാൻ ആർക്കേ സാധിക്കുകയുള്ളൂ? എൻ്റെ റബ്ബിനെ സാധിക്കുള്ളൂ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു നന്മ വരുത്തി, എൻ്റെ മക്കൾക്ക് നല്ല ജോലി ലഭിച്ചു, എനിക്ക് നല്ല വീടുണ്ടായി, എനിക്കൊരുപാട് സൗഭാഗ്യങ്ങൾ ഉണ്ടായി, വേറെ ആരെന്തെങ്കിലും പറഞ്ഞതുകൊണ്ടോ ചെയ്തതുകൊണ്ടോ അതൊരിക്കലും നീങ്ങിപ്പോകുന്നില്ല. അത് നീക്കിക്കളയണമെങ്കിൽ അല്ലാഹു തന്നെ വിചാരിക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി വഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു ഉദ്ദേശിച്ച ആളുകളെ അല്ലാഹു പരീക്ഷിക്കുന്നു. അല്ലാഹുവാകുന്നു പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. അതൊരു വിശ്വാസമാണ്. മറ്റൊരായത്തിലൂടെ ഖുർആൻ പറഞ്ഞു, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് ബഹുദൈവ വിശ്വാസികളോട് ചോദിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തോട് ചോദിച്ചാൽ അവർ പറയും,
അല്ലാഹുവാൻ. എന്നിട്ട് അല്ലാഹു അവർക്ക് ഒരു പാഠം, ഒരു പഠനം നൽകുകയാണ്. ഖുൽ നബിയെ, നീ അവരോട് ചോദിക്കുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ള ആരാകട്ടെ, അല്ലാഹുവിന് പുറമെ ആരാകട്ടെ, ആരായാലും, ഇൻ അറാദനി അല്ലാഹു ബിളുദ്ദിൻ, എൻ്റെ റബ്ബ് എനിക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാസിഫാത്തു ലുദ്ദിഹി, ആ ഉപദ്രവത്തെ നീക്കാൻ വേറെ ആരെ കൊണ്ടാണ് സാധിക്കുക? ചോദിച്ചോക്ക അവരോട്, വേറൊരാളെ കൊണ്ട് സാധിക്കൂല. അള്ളാഹു എനിക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ ആ ഉപദ്രവം ഒഴിവാകണമെങ്കിൽ അള്ളാഹു തന്നെ ഉദ്ദേശിക്കണം. ഔ അറാദനി ബിറഹ്മത്തിൻ, ഇനി എൻ്റെ റബ്ബ് എനിക്കൊരു കാരുണ്യം നൽകിയാൽ, ഒരു സൗഭാഗ്യം നൽകിയാൽ, ഹൽ ഹുന്ന മുംസികാത്തു റഹ്മത്തിഹി, ആ കാരുണ്യത്തെ പിടിച്ചു മാറ്റാൻ, എൻ്റെ ജീവിതത്തിൽ നിന്നൊഴിവാക്കാൻ വേറെ ഒരാളെ കൊണ്ടും അള്ളാഹുവിന് പുറമെ സാധിക്കുകയില്ല. ഖുൽ നബിയെ, നീ പറയുക, ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ ആ റബ്ബിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതാണ് ആദർശം എന്ന് പറഞ്ഞാൽ. ഈ ആദർശം നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ, നമ്മുടെ ചിന്തയിലേക്ക് വന്നാൽ, നമ്മെ ബാധിക്കുന്ന ഒരു രോഗം, ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി, ഒരനുഗ്രഹം, ഇതൊക്കെ എൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ്. ഈ പ്രയാസം നീക്കണമെങ്കിൽ ഏകനായ സട്ടാവ് വിചാരിക്കണം. ഈ നന്മയെടുത്തൊഴിവാക്കണമെങ്കിലും റബ്ബ് വിചാരിക്കണം എന്നുള്ള വിശ്വാസമുണ്ടായാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അന്ധവിശ്വാസം ഇല്ലാതെയാകും. അതില്ലാത്തത് കൊണ്ടാണ് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിൻ്റെ പേരിൽ 2019 ഒരു സഹോദരൻ അയൽവാസിയെ കൊലപ്പെടുത്തി. മറ്റൊരു ജ്യോത്സ്യൻ പറഞ്ഞതിൻ്റെ പേരിൽ ആ കൊലപ്പെടുത്തിയ സ്ത്രീയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തി, അവരുടെ അമ്മയെ കൊലപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാകാൻ ചില ജിന്നുമ്മമാർക്ക് സാധിക്കുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് 594 പവനും സ്വന്തം ജീവനും നൽകിയത്. അവിടെയാണ് നമ്മൾ ഏകനായ സട്ടാവിൽ തവക്കുലാക്കി ജീവിക്കേണ്ടത്. ഓരോ വാർത്തകൾ ഓരോ ദിവസം വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന്, യഥാർത്ഥത്തിലുള്ള മാർഗത്തിൽ നിന്ന് മനുഷ്യർ അകന്നു പോകുമ്പോൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നു, സമൂഹത്തിൽ പ്രശ്നമുണ്ടാകുന്നു. ധാർമ്മികത എന്നത് പുരോഗമനമല്ലാതെ ചിത്രീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും പുരോഗമനമല്ല. പിന്നെയോ തോന്നിയതുപോലെ ജീവിക്കുക, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക, അങ്ങനെയാണ്. അധാർമികത അങ്ങനെ പെരുകൻ. നന്മയെക്കുറിച്ച് പറയുന്നത് ആളുകൾക്ക് താല്പര്യമില്ലാതായി തീരുന്നു. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പത്രങ്ങളിൽ നിന്ന് വായിക്കുന്ന വാർത്തകൾ എന്താ? ഒരാഴ്ച മുൻപാണ് നമ്മൾ വായിച്ചത്, 1.5 വയസ്സ് പ്രായമായപ്പോ, 1.5 വയസ്സൊരു കുഞ്ഞിന് പ്രായമായപ്പോ അവന്റെ പിതാവ് അവനെ ഉപേക്ഷിച്ചു കൊണ്ടുപോയി. പിന്നെ ആ കുഞ്ഞിനെ വളർത്തുന്നത് മാതാവാണ്. ഒരു കുട്ടിക്ക് 1.5 വയസ്സ് പ്രായമാകുമ്പോൾ ഒരു ഉമ്മക്ക് എത്ര വയസ്സുണ്ടാവും? കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോൾ ഒരു ഉമ്മാക്ക് ഒരു 25 വയസ്സ്, 23 വയസ്സിന് താഴെയിരിക്കും. ഈ 1.5 വയസ്സുള്ള കുട്ടിയെ ഈ മാതാവ് അവന്റെ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് ചിന്തിച്ച് വളർത്തി വലുതാക്കി. 25 വയസ്സായി അവന്. ഉമ്മക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചു. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ ഉമ്മ സഹോദരിയുടെ വീട്ടിൽ കിടക്കുമ്പോഴാണ് ഈ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാതെ, മറ്റൊരു വിവാഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അതെൻ്റെ മകനെ ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ കുഞ്ഞിനെ നോക്കി വളർത്തിയ ഈ ഉമ്മയെ ഈ 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാണാൻ വേണ്ടി വരികയാണ്. വന്നപ്പോൾ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു അരിവാൾ കത്തിയും വാങ്ങി. എന്നിട്ടോ അതിക്രൂരമായി ആ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. എന്താ കാരണം? എന്താ കാരണം? സ്വബോധത്തോടു കൂടിയല്ല, ലഹരി. ആ ഉമ്മയെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടത്തുന്ന സന്ദർഭത്തിൽ ഈ 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവന് ഇത് നോക്കി നിൽക്കുന്ന ചാനലുകാരോട്, മാധ്യമക്കാരോട് അവർക്ക് ഇങ്ങനെ ചുംബനം കൊടുക്കണം. എന്തോ ഒരു പത്മശ്രീ അവാർഡ് വാങ്ങാൻ വേണ്ടി പോണമായിരിക്കും പോണത്. എന്ത് ചെയ്തിട്ടാ പോണ്? നൊന്ത് പ്രസവിച്ച 1.5 വയസ്സിൽ പിതാവ് ഉപേക്ഷിച്ചു പോയിട്ടും ഈ മകന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ച മാതാവിനെ അത് നിഷ്ഠൂരമായി കൊലപ്പെടുത്തി ജയിലിലേക്ക് പോകുമ്പോ സന്തോഷത്തോടു കൂടി ഒരു മകൻ പോകുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്ന സിന്തറ്റിക് ലഹരികളുണ്ട്. ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ
ജീവിതം തകർന്നു പോകുന്ന ലഹരികൾ. മതമല്ലാതെ ഒരു പരിഹാരവും മക്കളെ ഇതിൽ നിന്ന് തടഞ്ഞു നിർത്താനില്ല. ദീനല്ലാതെ ഒരു പരിഹാരമല്ല. മറ്റൊരു ചെറുപ്പക്കാരൻ ഏകദേശം ഒരു 6-7 മാസം മുമ്പ് നമ്മൾ വായിച്ചു. അവന്റെ ബാപ്പ ഇതേപോലെ ഈ ഉമ്മയെ ഉപേക്ഷിച്ചു പോയി. ഈ ഉമ്മയെ വേറെ ഒരാൾ വിവാഹം കഴിച്ചു. പിന്നെ ഈ ചെറുപ്പക്കാരനെ നോക്കി വളർത്തുന്നത് വല്യുമ്മയും വല്യുപ്പയാണ്. മറ്റു മക്കൾ പറയൺ, ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും, അതായത് ഇവന്റെ വല്യുമ്മയും വല്യുപ്പയും ഒന്നിച്ച് കിടക്കാത്തത് വരെ ഇവന് വേണ്ടിയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളുടെ ബാപ്പയെയും ഉമ്മയെയും ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചു. അവർ വന്നില്ല. ചെറുമകന് വേണ്ടി, പേരക്കുട്ടിക്ക് വേണ്ടി ഇവനൊരു ദിവസം രാത്രി ബാപ്പയുടെ വാതിലുമ മുട്ടി. എന്തോ ആവശ്യത്തിനാന്ന് വിചാരിച്ച് ബാപ്പ വാതിൽ തുറന്നു. ബാപ്പാനെ കൊന്നു. ഉമ്മയുടെ വാതിൽ മുട്ടി. ഉമ്മ വാതിൽ തുറന്നു. ഉമ്മയുടെ കഴുത്തറുത്ത് ആ കഴുത്ത് സ്റ്റെയറിൽ വെച്ചു. കഴുത്തറുത്തെടുത്തിട്ട് സ്റ്റെയറിൽ വെച്ചു. എന്താ കാരണം? ലഹരി. മതമല്ലാതെ പരിഹാരമുണ്ടോ? ഖുർആൻ പറഞ്ഞു ലഹരി എന്നത് രിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമാണ്. അത് ലഹരിയാകുന്നത് വരെ ഉപയോഗിക്കാനല്ല. ഒന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ അല്ല. അടുക്കാൻ പാടില്ല. ഫജ്തനിബൂഹു, ഒഴിവാക്കണം. എങ്കിലേ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ലഹരി ഉപയോഗിക്കുന്ന സദസ്സിൽ പോലും ഇരിക്കരുത്. ലഹരി ഉപയോഗിച്ച ഗ്ലാസ് ആണെന്നറിഞ്ഞാൽ അതിൽ വെള്ളം പോലും കുടിക്കരുത്. അതാണ് ഇസ്ലാമിന്റെ നിയമം. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ്. ധാർമ്മികതയെ നിലനിർത്തുന്നതാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലുതാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച കൊച്ചിയിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. അതിന്റെ ഒരു 4 മാസം മുൻപ് അവന്റെ ബാപ്പയും മരിച്ചു. ബാപ്പ എങ്ങനെ മരിച്ചെന്നറിയോ? മകന് കരൾ രോഗം വന്നു. ഒരു പ്രശ്നമല്ലാത്ത ബാപ്പ ഈ കരളെടുത്ത് മകന് കൊടുത്തു. അതിന്റെ പകുതി. ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പ മരിച്ചു. മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച കൊച്ചിയിലുള്ള ആ ചെറുപ്പക്കാരനും മരിച്ചു. 2 പേരും മരിച്ചു. സ്നേഹൻ മകന് കരൾ രോഗം വരുമ്പോ അവന് കരൾ പകുത്തു കൊടുക്കാൻ പിതാവ് തയ്യാറാകണം. അതേ ദിവസം നമ്മൾ മറ്റൊരു വാർത്ത വായിച്ചു. മകൻ, 23 വയസ്സുള്ള മകൻ മരിച്ച് 1 വർഷം ആ മരണത്തിന്റെ ഡേറ്റ് ആയപ്പോ അച്ഛനും അമ്മയും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. എന്താ? ആത്മഹത്യ നമുക്ക് ശരിയല്ല, ഇസ്ലാമികമല്ല. ഞാൻ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. സങ്കടം സഹിക്കവയ്യാതെ അച്ഛനും അമ്മയും ഈ മകൻ മരിച്ച് കൃത്യം 1 കൊല്ലായപ്പോൾ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇതാണ് ബാപ്പയും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹം, ബാപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹം, കുടുംബം പരസ്പരം തമ്മിലുള്ള സ്നേഹം. എന്നാൽ ഈ കുടുംബ ജീവിതത്തിലേക്ക് പുരോഗമനം എന്ന പേരിൽ പലതും കടന്നു വരുന്നു. അത് കടന്നു വന്നാലോ അല്ലേ? വെറുതെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ? എന്തിനാ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനാണ്. ഇവിടുന്ന് അമേരിക്കയിലുള്ളവനോടും കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നുള്ള പോസിറ്റീവാണ് മൊബൈൽ ഫോണിലുള്ളത്. അപ്പോൾ നമുക്ക് കോണ്ടാക്റ്റ് ഒക്കെ വിശാലമായി. പക്ഷെ മൊബൈൽ ഫോൺ കൊണ്ട് കോണ്ടാക്റ്റ് കുറയാ ചെയ്തത്. ഈ മൊബൈൽ ഫോണിലൂടെ വെറുതെ ഒരു സ്ത്രീ 4 ദിവസം മുൻപ് 3 ദിവസം മുമ്പ് ഒരു സ്ത്രീ വെറുതെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ്, ഹലോ. അപ്പോൾ അയാൾ ഹലോ തിരിച്ച് ഇവർ തമ്മിൽ മെസ്സേജ് കൈമാറി. ഇവരിഷ്ടത്തിലായി. ഇവരൊരു ദിവസം അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ വന്നു, അവളെ കൊലപ്പെടുത്തി. അവൻ വിഷം കഴിച്ചു. 2 കുടുംബങ്ങൾ അനാഥമായി. അപ്പം ഭാര്യയും ഭർത്താവും മക്കളും എന്നത് നല്ല ബന്ധമാണ്. എന്നാൽ ആ ബന്ധത്തിലേക്ക് ഈ തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ കടന്നു വന്നാൽ ജീവിതം നഷ്ടപ്പെട്ടു പോകും. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ, ഒരു ധാർമ്മികതയുടെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ധാർമ്മികതയുടെ വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യൻ വഴിമാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാക്കുക. യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ വഴിമാറി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസത്തിലേക്ക്, ശിർക്കിലേക്ക് മനുഷ്യർ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ നഷ്ടങ്ങളും നാശങ്ങളുമാണ് ഉണ്ടാകുക. ഇസ്ലാമിലൊരു സാമൂഹിക വ്യവസ്ഥയുണ്ട്. ഭാര്യ, ഭർത്താവ്, മക്കൾ, ഒരു കുടുംബ വ്യവസ്ഥത. നിങ്ങൾക്കറിയോ, ജപ്പാനിൽ ഈ അടുത്ത് വന്ന പ്രസിദ്ധീകരണത്തിലുണ്ട്, ജപ്പാനിൽ ഇനി മുതൽ 7 ദിവസത്തിൽ 4 ദിവസേ ജോലിയുള്ളൂ എന്നാ. 3 ദിവസം ലീവാ.
എന്തിനാണെന്നറിയോ? കുടുംബത്തോടൊപ്പം ജീവിക്കാൻ. ഫാമിലി ലൈഫ് ഓറിയന്റഡ് എന്നാണ്. 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് വരെ പഠിക്കുന്ന ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കളുള്ള സ്ത്രീകൾക്ക് നേരത്തെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോകാം. എന്തിനാ? മക്കളുടെ കൂടെ ഇരിക്കാൻ. ചൈനയിലും റഷ്യയിലും ഒരു മകൻ എന്നതിൽ നിന്ന് 2ഉം 3ഉമായി കഴിഞ്ഞാൽ അവർ സമ്മാനം പ്രഖ്യാപിക്കാൻ തുടങ്ങി. അതെന്താ? മക്കൾ വേണം, കുടുംബം വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, ഫാമിലി വേണം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലുള്ള പെൺകുട്ടികളോട് ചോദിക്കുക, വിവാഹത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഇന്ന് ഞാൻ കേട്ടതാ. ഇന്ന് അപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടി തന്നെ പറയാ, ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ലിവിങ് ടുഗദറാണ് എനിക്ക് താല്പര്യം. ബാക്കിയുള്ളവരൊന്നും അത്ര കടന്നു പറഞ്ഞിട്ടില്ല. ജപ്പാനും ചൈനയും റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും കുടുംബത്തിലേക്ക് തിരിച്ചു പോകുമ്പോ നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾ പറയാ, കല്യാണം വേണ്ട, വിവാഹം വേണ്ട. അതൊരു തരം അടിമത്വമാണ്, അപകടമാണ്. നമ്മുടെ മക്കളെ നാം നമ്മുടെ മതത്തിന്റെ അഭിമാനം നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കണം. പ്രധാനപ്പെട്ട സംഗതിയാ. കുടുംബം അല്ലെങ്കിൽ അവസ്ഥ എന്താ? നഷ്ടാർക്ക സ്ത്രീക്ക് മാത്രമാണ്. ഗർഭം ഷെയർ ചെയ്യാൻ പറ്റൂല. ഗർഭം ധരിച്ചാലേ ബോയ് ഫ്രണ്ടിനോട് ഇന്നതൊന്ന് ഷെയർ ചെയ്താലോ പറ്റൂല. പിന്നെ ഇംഗ്ലീഷൊക്കെ അവിടെ നിൽക്കും. അവൾ എന്നെ ഗർഭം ധരിക്കണം, അവൾ എന്നെ ഗർഭകാലത്തെ പ്രയാസങ്ങൾ അനുഭവിക്കണം, അവൾ തന്നെ പ്രസവിക്കണം, അവൾ തന്നെ കുഞ്ഞിന് പാല് കൊടുക്കണം. ഓനോന്റെ പണി നോക്കിപ്പോവും. പക്ഷെ നമ്മളെ കുട്ടികളെ ആരൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ? ഇത് ഭയങ്കര പുരോഗമനമാണ്. അല്ല, പുതിയ തലമുറയെ നമ്മൾ തിരിച്ചു പിടിക്കണം. മക്കളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു അധ്യാപകൻ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ കുടുംബം അടക്കം വണ്ടി എടുത്ത് കണ്ട് സ്കൂളിലേക്ക് പോകും. എന്തിനാണ് അടിച്ചതെന്ന് ചോദ്യമല്ല. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കണം, നാം തന്നെ ശ്രദ്ധിക്കണം. കുടുംബം എന്ന ഒരു പവർഫുള്ളായ സിസ്റ്റം ഉണ്ട്. അവിടെ പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ട്. ആ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് മതപരമായി ഏറെ പുണ്യാണ്. വേറെ ഒരു സംവിധാനത്തിനും അത് പറയാൻ കഴിയില്ല. നമ്മുടെ ബുദ്ധിക്ക് പറയാൻ കഴിയോ? എന്തിനാ പ്രായമുള്ള മാതാപിതാക്കളെ നോക്കിയിട്ട് എന്താ മെച്ചം? ലാഭനഷ്ടങ്ങൾ നോക്കി മാതാപിതാക്കളോടുള്ള ബന്ധവും കടപ്പാടും പൂർത്തീകരിക്കാൻ കഴിയോ? ഇല്ല. മതം പറഞ്ഞു, വഖദാ റബ്ബുക, നിന്റെ റബ്ബ് നിന്നോട് കൽപ്പിച്ചു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, സഹായം തേടരുത്. പിന്നെയോ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് മാന്യമായി വർത്തിക്കണം. എന്നിട്ട് ടൈം പറഞ്ഞു കൊടുക്കാൻ. 45 വയസ്സുള്ള ബാപ്പാക്കും ഉമ്മാക്കും നിന്റെ ഒരു ഔദാര്യം വേണ്ട. അവർ സ്വന്തമായിട്ട് ബാത്റൂമൊക്കെ പോയി വരാൻ അവർക്ക് കഴിയുന്നുണ്ടോ? നിങ്ങൾ എന്നും ഔദാര്യമൊക്കെ വേണ്ട. ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബറ, വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ ഇട്ട് തട്ടിക്കളിക്കരുത്. നിങ്ങൾ ഡേറ്റും മാസവും വെച്ച് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കരുത്. നിങ്ങൾ മക്കളും മരുമക്കളും കുടുംബവും മാന്യമായി അവരെ സംരക്ഷിക്കണം. ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, തല ചൊറിഞ്ഞ് ഛേ എന്ന് പറഞ്ഞ് ഒരു സംസാരം പോലും നിങ്ങൾ സംസാരിക്കരുത്. വലാ തൻഹറുഹുമാ, അവരോട് നിങ്ങൾ കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായി നിങ്ങൾ അവരോട് സംസാരിക്കണം. വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നമുക്ക് ചിറകുകളുണ്ടോ? അല്ലാഹു ചിറകുള്ള പക്ഷിയെ, കോഴിത്തള്ളയെ പരിചയപ്പെടുത്തുകയാണ്. എന്തു ചെയ്യണം നിങ്ങൾ? വഹ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വിടർത്തി കൊടുക്കണം. ഒരു കോഴിക്കുഞ്ഞിനെ ഒരു കാക്ക ഒരു പരുന്ത് റാഞ്ചാൻ വേണ്ടി വരുമ്പോ ഒരു പക്ഷേ പരുന്ത് ആ ചിറകിന്റെ ഇടയിൽ നിന്ന് ആ കുട്ടികൾ അങ്ങനെ എടുത്താണ് കൊണ്ടുപോകും. എന്നാലും അതിൻ്റെ ഉള്ളിൽ ഒളിക്കുന്ന ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. എന്താണ്? ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംരക്ഷിച്ചിരുത്താൻ. ഇങ്ങനെ പ്രായമുള്ള ഉപ്പയെയും ഉമ്മയെയും അച്ഛനെയും അമ്മയെയും മാതാവിനെയും പിതാവിനെയും നിങ്ങൾ ചേർത്ത് സംരക്ഷിക്കണം. ഇതൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്തത് പൂർണ്ണമാകുന്നില്ല. വഖുൽ, നിങ്ങൾ പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ചവനെ ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെട്ടതിന് ഞങ്ങൾ ചെയ്യുന്നത് പരിഹാരമാകുന്നില്ല. അല്ലാഹുവേ, നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. അതാണ് മതം എന്ന് പറഞ്ഞ, അതാണ് ധാർമ്മികതയുടെ സിസ്റ്റം എന്ന് പറഞ്ഞ. ഈ സിസ്റ്റം നിരീശ്വരവാദിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. നിരീശ്വരവാദി ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം അങ്ങനെ ചിന്തിച്ചുണ്ടാക്കിയത്, അവൻ പ്രസംഗിച്ചത്, ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അവൻ ഘോരം ശബ്ദിച്ചത് മാതാവിന് സമ്മതമാണോ എങ്കിൽ മാതാവിനെയും ലൈംഗികതയ്ക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്ന നിരീശ്വരവാദികൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പുരോഗമനവാദികളാകുന്നത്? ഇവരൊക്കെ ഈ നാടിന് ചെയ്ത സേവനം എന്താ? ഒന്നും ചെയ്തിട്ടില്ല.
അവിടെയാണ് മതം പറഞ്ഞത്. മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യൻ? അങ്ങാടിയിലെ മാന്യനല്ല, രാഷ്ട്രീയ പാർട്ടിയിലെ മാന്യനല്ല, സംഘടനകളിലെ മാന്യനല്ല, ആളുകൾക്കിടയിൽ മാന്യത അഭിനയിക്കുന്നവനല്ല, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് മാന്യമായി വർത്തിക്കുന്നവനാണ് മാന്യൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. പെണ്ണിനെ ആദരിച്ച മതം. തളർന്നവശനായി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവ്, ആ ഭർത്താവ് നിന്നെ ഒന്ന് നോക്കിയാൽ നീ ആ ഭർത്താവിന് സന്തോഷം നൽകും. നിന്നോട് കൽപ്പിച്ചാൽ ആ പെണ്ണതനുസരിക്കും. ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും അവളുടെ ശരീരവും അവന്റെ സമ്പത്തും അവൾ സംരക്ഷിക്കും. മതത്തിനല്ലാതെ വേറെ ആർക്കത് പറയാൻ കഴിയാ? മതവും മതത്തിന്റെ സിസ്റ്റവും ധാർമ്മികതയുമാണ് മനുഷ്യനതിലൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നത്. മതമാണ് സംരക്ഷിച്ച് നിർത്തുന്നത്. അയൽവാസി എന്ന് പറഞ്ഞ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയൻ, അയൽവാസിക്ക് കാറ്റ് തടസ്സമാകുന്ന തരത്തിൽ നീ മതില് കെട്ടരുത്. ലോകത്ത് വേറെ ആരെങ്കിലും പറയോ അവനാന്റെ സ്ഥലത്ത് മതില് കെട്ടാൻ? ആ മതില് കെട്ടുമ്പോ അയൽവാസിക്ക് കാറ്റ് തടസ്സമാകരുത്. നിന്റെ വീട്ടിൽ നിന്റെ പണം കൊണ്ട് നീ നിന്റെ വാഹനത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യം അത് നീ പാചകം ചെയ്യുമ്പോ അയൽവാസിക്ക് അതുമൂലം പ്രയാസം ഉണ്ടാകരുത്. അവിടെ പട്ടിണി കിടക്കുന്ന മക്കളുണ്ടാകും. അതുണ്ടായാൽ നീ അവർക്കും അതിൽ നിന്ന് കൊടുക്കണം. അതാ മതം പറഞ്ഞത്. ഇസ്ലാം എങ്ങനെ കേരളത്തിൽ പ്രചരിച്ചത്? ഈ അടുത്ത് മരണപ്പെട്ടുപോയ MT അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഇസ്ലാം പ്രചരിച്ചത് എങ്ങനെ? നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പരസ്പരം ഭയങ്കര തെറ്റിദ്ധാരണയാണ്. മുന്നിലുള്ള മുസ്ലിം നല്ലവൻ, മുന്നിലുള്ള ഹിന്ദു നല്ലവൻ, മുന്നിലുള്ള ക്രിസ്ത്യാനി നല്ലവൻ, എല്ലാവരും നല്ലവരാണ്. ഇന്ന് വരെ ഒരു മുസ്ലിമിൽ നിന്നോ ക്രിസ്ത്യാനിയിൽ നിന്നോ ഹിന്ദുവിൽ നിന്നോ ഒരു മോശവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും ഫേസ്ബുക്കിൽ എഴുതുന്ന ചില ആളുകൾ നമ്മളോട് പറയാൻ, പ്രശ്നക്കാരാട്ടോ, പ്രശ്നക്കാരാണ്, അവര് പ്രശ്നക്കാരാണ്, ഇവര് പ്രശ്നക്കാരാണ്, ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാകുകയാണ്. ആരാ പറയുന്നത്? ഫേസ്ബുക്കിൽ എഴുതുന്നവർ. നമുക്കാർക്കെങ്കിലും പ്രശ്നമുണ്ടല്ല? നമ്മൾ ആരെങ്കിലും തളർന്നുപോയി നമ്മെ ആരാ സഹായിക്കുന്നത്? അയൽവാസിയാണ് സഹായിക്കുന്നത്. നമ്മുടെ മാതാവ് മരണപ്പെട്ടു പോയി, ആരാ ഭക്ഷണം കൊണ്ടുവന്നു തരുന്നത്? അയൽവാസിയായ ഹൈന്ദവ സഹോദരനാണ്. നമ്മുടെ പള്ളിയിൽ ഒരു കാര്യം നടക്കുന്നു, ആരാ സഹായിക്കുന്നത്? നല്ലവരായി ഈ നാട്ടുകാരാ സഹായിക്കുന്നത്. ഈ പള്ളിയുടെ ഇതിന്റെ വാർപ്പിന്റെ എന്ന പാത്രം വന്നത് എവിടെ നിന്നാ? ഇവിടെ നിന്നുള്ള അമ്പലത്തിൽ നിന്ന്. നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. പക്ഷേ ഫേസ്ബുക്കിൽ എഴുതുന്ന വർഗീയവാദികൾ പറയാ, പ്രശ്നമാണ് കേട്ടോ, പ്രശ്നമാണ്, ഇവര് പ്രശ്നമാണ്, അവര് പ്രശ്നമാണ്, അപ്പുറത്തുള്ളവർ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മെങ്ങനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് അതിന്. കാരണം മതങ്ങൾ പറയുന്നത് മനുഷ്യ നന്മയെക്കുറിച്ചാണ്. മനുഷ്യ നന്മയെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ ഇസ്ലാം വളർന്നത്? പരസ്പരാശ്രിത സൗഹൃദമായിരുന്നു. പരസ്പരാശ്രിത സൗഹൃദം. അതെങ്ങനെയാ? മാലിക് ഇബ്നു ദീനാറും കൂട്ടരും ഇവിടെ വന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുറെ സഹോദരങ്ങൾ. ഇവർ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ചോദിക്കുക, അല്ല ആ വീട്ടിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചോ? ഈ വീട്ടിലുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചോ? അപ്പുറത്തുള്ളവർ ഭക്ഷണം കഴിച്ചോ? ഇവർ അറബിയും മലയാളവും അറിയുന്ന ആളുകളെ കൂടെ കൂട്ടി. എന്നിട്ട് ആ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ഇവരോട് ചോദിക്കുക, അവര് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു നോക്ക് അറബിയിൽ. അപ്പൊ ഇവര് മലയാളത്തിൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഈ മനുഷ്യന്മാർക്ക് ആദ്യത്തെ അനുഭവമാണ് വീട്ടിലേക്ക് ഒരാൾ വന്ന് മനുഷ്യരെ പോലെ പരിഗണിച്ച് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞാല് ആ കൊണ്ടുവന്ന ഭക്ഷണം അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വിളമ്പിക്കൊടുത്ത് അവരുടെ കൂടെ കഴിച്ചപ്പോ അവര് ചോദിച്ചത് എന്തൊരു മനുഷ്യന്മാരാണ്. അങ്ങനെ ഒരു മതമൊന്നും പഠിച്ചില്ല, ഇസ്ലാമും പഠിച്ചില്ല. ഇവരുടെ സ്നേഹം കണ്ട് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ കുറെ അന്ധവിശ്വാസങ്ങളും ഇസ്ലാമിന്റെ പേരിൽ നിന്ന് ഇവിടെയുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചത്. അപ്പം മതം എന്ന് പറയുന്നത് സ്നേഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നല്ല മനുഷ്യരായ ഹൈന്ദവ സഹോദരങ്ങൾ അവരറിയാതെ നമ്മുടെ കാലിലൊന്ന് ചവിട്ടിന്ന് വിചാരിക്കുക. അവരെന്താ ചെയ്യുക? ഉടനെ അവര് അവിടെ ഇവിടേക്ക് ഇങ്ങനെ തൊട്ട് അല്ലേ? അവരെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകരുത് എന്നുള്ള നിലക്കാണ്. എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയെന്നുള്ളതാണ്. അറിയാതെ ഒരാളെ കാലിൽ ഒരു ചവിട്ടിയാൽ പോലും അതൊരു തിന്മയാണ് എന്ന് മനസ്സിലാക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരിക്കലും വർഗീയവാദികളാകാൻ കഴിയൂല. അവർക്ക് കഴിയൂല. നീ നിന്റെ സഹോദരന്റെ നേരെ ഒരു കത്തി ചൂണ്ടിയാൽ മതി, അതവനെ കൊന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ മാലാകമാരുടെ ശാപം നിനക്കുണ്ടാകും എന്ന് പഠിപ്പിച്ച ഒരു മുസ്ലിമിന് മറ്റൊരുത്തനെ കൊലപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതാണ് ബൈബിളിന്റെ വചനം. ഒരിക്കലും ഒരു മനുഷ്യനെ ആക്രമിക്കാൻ കഴിയൂല. പക്ഷേ
നമ്മെ ഇങ്ങനെ വളരെ വ്യവസ്ഥാപിതമായി അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് UP-യിൽ നിന്നുള്ളൊരു വാർത്തയുണ്ട്. ഇന്ന് അതെന്താ, ഒരു ഡോക്ടർ അദ്ദേഹം വെറുതെ ഒരു മുസ്ലിം സഹോദരനെ കുറിച്ച് അദ്ദേഹം ധരിച്ച അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒന്ന് അദ്ദേഹം മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു വെറുതെ ഒരു വാർത്ത. പോലീസ് അത് അന്വേഷിച്ചു, അത് കളവാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറുതെ വിരോധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, ഒഴിഞ്ഞിരുന്നു കൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന വർഗീയത പരത്തുന്ന പോസ്റ്റുകൾ ഇടുക. ഇതിനെതിരെയൊക്കെ മനുഷ്യർ എന്ന നിലക്ക് നമ്മൾ പ്രതിരോധം തീർക്കണം. നമ്മുടെ നാട്ടിലൊരു പള്ളി, ഒരു ചർച്ച്, ഒരു അമ്പലം, അതൊക്കെ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതാകണം. അതിനാണ് നമ്മുടെ പ്രോഗ്രാമുകൾ. ഏകദൈവ വിശ്വാസം അത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ്. ഇസ്ലാമിന്റെ എല്ലാ സന്ദേശങ്ങളും അത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ്. ഈ ഒന്നിപ്പിക്കുന്ന നന്മയുടെ ധാർമ്മികതയുടെ വ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ളത്. അതാണ് നമ്മുടെ പള്ളിക്കും നമ്മുടെ സംഘടനക്കും മുജാഹിദ് പ്രസ്ഥാനത്തിനുമൊക്കെ ഈ സമൂഹത്തിനോട് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ